ചെറുതായിട്ട് കൊത്തുണ്ട്. ഈര നല്ലതുപോലെ പോകുന്നുണ്ട് കേട്ടാ. നമുക്കിപ്പോൾ പിടിച്ച് വലിക്കണോ? ഹലോ ഗായ്സ്, നമ്മൾ പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പോയിട്ട് മീൻ പിടിച്ചിട്ട് വന്നാലോ? പുതിയ സ്പോട്ടായതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഞാനൊരു ക്ലൂ തരാം. അവിടെ ഇല്ലേ നമുക്ക് ബ്രിഡ്ജ് പോലത്തെ സംഭവം ഉണ്ട് ഗായ്സ്. അപ്പം നമ്മൾ എന്തായാലും നല്ലൊരു സ്പോട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗായ്സ്. നമുക്ക് പോയാലോ? വാ, നിങ്ങളെയും കൊണ്ടുപോകാട്ടോ. നമ്മൾ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വന്നതില്ലേ, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നത്. ചെറുതായിട്ട് ആടുന്നൊക്കെ ഉണ്ട്. എനിക്ക് നല്ല പേടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സ്പോട്ടായിട്ടുണ്ട്. ഇത് പൊന്നു, ഇത് നോക്ക്, കണ്ടോ കണ്ടോ? നല്ല ഭംഗിയില് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അവിടെ ഒരു ദ്വീപ് പോലെയൊക്കെ കണ്ടോ ഗൈസ്. നമ്മൾ ആ പാലത്തിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മൾ അവിടെയാണ് വണ്ടി വെച്ചത്. നമ്മൾക്ക് അവിടെ മീൻ പിടിക്കാനുള്ള നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഗൈസ്. നമ്മൾക്ക് ഇവിടെ മാത്രം ഇനി നിന്ന് ചൂണ്ടാനുള്ള ഒരു സ്ഥലമുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ കൂടെ തന്നെ പോകണം. വെള്ളം നിറയുണ്ട്. നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങണം, അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. എൻ്റെ ചെരുപ്പൊക്കെ നനഞ്ഞു. എൻ്റെ പുതിയ ചെരുപ്പാണ്, അതൊക്കെ നനഞ്ഞു. ഞാൻ ദേ ഒരു മീനോടി കളിക്കുന്നത്. അയ്യോ, നല്ല ആഴുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിതിൻ്റെ മണ്ടയിൽ കയറണം. പടച്ചോനെ, ഹായ്. ഇവിടെ എത്തി. ഇവിടേക്ക് ഇവിടെ വരെ വലിയുള്ളൂ കേട്ടോ. നമ്മൾക്ക് അവിടേക്ക് നിൽക്കാം. നമ്മൾക്ക് ഇവിടേക്ക് ചൂണ്ടിടാം. അമ്മച്ചി, പാമ്പില്ലാണ്ടിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. നോക്ക് ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് കുറേ മീൻ പിടിക്കാനുണ്ടോ. കുറേ മീൻ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഏതെങ്കിലും മീൻ കിട്ടുമോ നമ്മൾക്ക് ഇതിൽ നോക്കാം ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ ബൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം നമ്മളിതുവരെ കായലിൽ മീൻ പിടിച്ചിട്ടില്ല. ഇല്ല അല്ലേ? ഇല്ല. ഞാൻ എന്തായാലും ഫ്ലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ധൈര്യത്തിന്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ കരിമീനൊക്കെ കിട്ടുന്നതാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് എന്തായാലും ഞാൻ മൈദ മാവും പിന്നെ മറ്റേ തേങ്ങാ പിണ്ണാക്കും കൂടി കുഴച്ചിട്ടാണ് ബൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മീനെ നോക്കാം, എത്രയോ കുഞ്ഞു കുഞ്ഞു മീൻ. ഇതാ കണ്ടോ എൻ്റെ കുഞ്ഞു, കണ്ട കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മീനുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പെട്ടിടുന്നത് നമുക്ക് നോക്കാം. എത്രയോ മീനിൻ്റെ കുട്ടികൾ. അയ്യോ, അവിടെ എന്തോ ഒരു ചത്ത മീൻ കേട്ടോ വലയിൽ പെട്ട് കിടക്കണ ഗൈസ്. ഇവരില്ലേ ഇതിൽ ഈ ചത്ത ചെമ്മീനല്ലേ ചത്ത മത്തിനെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കണത്. പക്ഷെ ഇതിൽ കാര്യമായിട്ട് മീനൊന്നും പെട്ടിട്ടില്ല. താഴെ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കുറേ മീൻ പൊളയ്ക്കുന്നുണ്ട്. ഇത് ആ ഒരു സ്പോട്ടിൽ പൊളയ്ക്കുന്നുണ്ട്, പിന്നെ ഇത് ഇവിടെ ഒരു സ്പോട്ടിൽ പൊളയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മളും ഇട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, ചെറുതായിട്ട് മീൻ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ ഈരയൊക്കെ അനങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ ഏത് മീനാണ് എപ്പോൾ വലിക്കണം എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കുറച്ചും കൂടി കൊത്തട്ടെ അല്ലേ, എന്നിട്ട് പിടിച്ച് വലിക്കാം. കണ്ടോ പിടിച്ച് വലിച്ചാലോ ഗൈസ്. കൊത്തുണ്ട്, ചെറുതായിട്ട് കൊത്തുണ്ട്. ഈര നല്ലതുപോലെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പിടിച്ച് വലിക്കണോ? എൻ്റെ പടച്ചോനെ, ഇത് നോക്ക് ഗായ്സ്. ഞാൻ പിടിച്ച മീനിനെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് നോക്ക്. അയ്യോ, എൻ്റെ പടച്ചോനെ, ഇത് നോക്ക് ഗായ്സ്. എനിക്ക് മീൻ കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഹാജരാവേണ്ടതാണ്. ഈ മീനിനെ പിടിച്ചു ഗായ്സ്. പേര് പോലും അറിയാത്തൊരു മീനിനെയാണ് നമ്മൾ പിടിച്ചേക്കണത്. നോക്ക് ഗായ്സ്. ഇത് കുറച്ച് റിസ്ക് പിടിച്ച സംഭവമാണ്. എനിക്ക് ചെറുതായിട്ട് തലയൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇത് നോക്കി നടന്നില്ലെങ്കിൽ മനുഷ്യൻ താഴത്ത് വീഴും. മീന് എവിടെ? വീഡിയോയിൽ കാണുന്നില്ല. കൈ കൊണ്ട് പിടിച്ചാലാ? കൈ കൊണ്ട് കുറേ ഷ്രിമ്പ്. എൻ്റെ പൊന്നു, ഇത് നോക്ക്. ഇത് മറ്റേ തന്നെയല്ലേ? ഇവനെ പിടിച്ചാലേ നമുക്ക് എന്നിട്ട് ബൈറ്റായിട്ട് യൂസ് ചെയ്താലോ ഗൈസ്. ഞാനിനി കൈ കൊണ്ട് മീൻ പിടിക്കാൻ പോകണം. അത് ഇവിടെ ഒരുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അവൻ ഓടിപ്പോയി. ഇനി ഇവിടെ കുറേ ഷ്രിമ്പൊക്കെ ഉണ്ട്. കൈ കൊണ്ട് പിടിക്കാൻ കിട്ടുമെന്നൊന്നും അറിയില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ എണ്ണം മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് മുള്ളൊക്കെ ഉണ്ടല്ലോ. ഇത് എന്തൊരു സാധനം? കിട്ടും തോന്നണില്ല. ഇത് ഇവിടെ ഉണ്ട്. കിട്ടണില്ല. നമുക്ക് എന്തായാലും ചൂണ്ട കൊണ്ട് തന്നെ പിടിക്കാം ഗൈസ്. കുറച്ച് നേരമായി നമ്മൾ തീറ്റി ഇട്ടിട്ട് കൊത്തുന്നില്ല. പക്ഷേ മീനുണ്ട്. ഈ ഒരു സൈഡിൽ മീനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ചൂണ്ടുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ മീൻ. ഇതിൽ നേരെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതേ കണ്ടോ ഒരുത്തനെ ഇരിക്കുന്നത്? ഇതേ കണ്ടോ വട്ടത്തിൽ ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരുത്തനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ കുറേ ഷ്രിമ്പുണ്ട്. എൻ്റെ പൊന്നൂതി എന്തോ ഇത് കണ്ടോ
കണ്ടോ വെള്ളത്തിലിരിക്കണത്? വെള്ളത്തിലല്ല, കല്ലിൽ. കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണണത്. ഓ ഗായ്സ്, അയ്യോ ഇവന് പിടിച്ചാല്. ഇത് വലുത് ഇതിൻ്റെ. അപ്പൊ ഈ കല്ലിൻ്റെ ഉള്ളിലാണല്ലേ ഈ ചെമ്മീനൊക്കെ ഉള്ളത്. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനില്ലേ പല ദിവസങ്ങളിലും വലിയ മീൻ പിടിക്കണ സ്വപ്നം കാണാറുണ്ട്. വലിയ മീൻ. കാരണം എനിക്ക് അത്ര ആഗ്രഹമുണ്ട് മീൻ പിടിക്കണമെന്ന്. ഞാൻ അങ്ങനെ മീൻ പിടിക്കാൻ പഠിച്ചിട്ടില്ല. ഇപ്പം എല്ലാം പഠിക്കണമല്ലോ. എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരുമില്ല. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്ന ടിപ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ മീൻ പിടിക്കുന്നത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. സോ ഞാൻ രാത്രിയൊക്കെ സ്വപ്നം കാണാറുണ്ട് വലിയ മീൻ ഇങ്ങനെ പിടിച്ചിട്ട്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ട് പറയണതും വീഡിയോ എടുക്കണതൊക്കെ. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇതേ കണ്ടോ, എന്തായാലും നമ്മൾക്കിന്നൊരു മീൻ കിട്ടി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി ട്രൈ ചെയ്യണമെന്ന് മാത്രം. ഈവനിങ് ആയതുകൊണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയില്ലേ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഫിഷിങ് ചെയ്ത് എൻജോയ് ചെയ്യണു. അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് ബൈറ്റ് ഇട്ടാൽ എന്ത് മീൻ നമുക്ക് പിടിക്കാൻ പറ്റും എന്നൊക്കെ. കുറച്ച് ടിപ്സും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. മീൻ കിട്ടണില്ല എന്ന് 1-2 കമൻറ്റ് വരികയാണെങ്കിലും എനിക്കതിൽ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ബാക്കി കമൻറ്റ്സ് ഫുള്ള് എനിക്ക് നല്ലതുപോലെ മോട്ടിവേഷൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാം എനിക്ക് മീൻ പിടിച്ചിട്ട് ഒരു പരിചയമില്ലാന്ന്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് മുതലാണോ അപ്പോൾ മുതലാണ് ഞാൻ മീൻ പിടിച്ച് പഠിച്ച് തുടങ്ങുന്നതും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മീനിൻ്റെ പേര് പോലും അറിയില്ല ഗൈസ്. ആകെ മത്തി അങ്ങനത്തെ കുറച്ച് സീ ഫിഷ് മാത്രമേ അറിയുള്ളൂ. ബാക്കി നമ്മുടെ കായൽ എന്ത് മീനാണ്, കുളത്തിൽ മീൻ ഒന്നും തന്നെ അറിയില്ല. എന്നാലും ഞാൻ ഇവിടെ നിന്ന് വരെ 1-2 മീനൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോ ടിപ്സും അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യും. ഗൈസ്, ഇന്ന് ഞാൻ മീൻ പിടിച്ച ക്രെഡിറ്റ് ഫുള്ള് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഗൈസ്, ഞാൻ വ്ളോഗ് എടുക്കണത് ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു മടി ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ അല്ലേ ഗൈസ്? ഗൈസ്, അവിടെ ഒരു യുദ്ധമേ നടക്കുന്നുണ്ട്. പിള്ളേർ കയാക്കിങ് ചെയ്യണം കേട്ടോ. നല്ല രസമാണ് സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അവർ ഗൈസ് എന്തോ പെട്ടിട്ടുണ്ട്. നല്ല ശക്തി ഉണ്ട് കേട്ടോ. ഒന്നും പെട്ടിട്ടില്ല ഗൈസ്. നമുക്ക് കുറച്ച് ദൂരേക്ക് ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മൾക്ക് ഒരു മീനെ കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത മീനെ പിടിക്കാനുള്ള എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം അയ്യോ ഒരു മീനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മീൻ പിടുത്തം എന്തായാലും അവസാനിപ്പിച്ചു. നമ്മൾ അരമണിക്കൂർ മീൻ പിടിച്ചുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു മീൻ നമുക്ക് കിട്ടി. നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കായലിന് ഏതൊക്കെ തരം മീൻ പിടിക്കാം, ഏതൊക്കെ തരം ബൈറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾക്ക് നാളെ തന്നെ നമ്മൾക്ക് വന്നിട്ട് മീൻ പിടിക്കാം കേട്ടോ. നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും കായൽ, ഇങ്ങോട്ട് നോക്കിയാലും കായൽ. എന്ത് സുഖമെന്ന് അറിയാം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വരാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ്, എന്നിട്ട് പോലും ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് പറഞ്ഞത് എന്താ ഈ തേങ്ങാപ്പിണ്ണാക്കും പെല്ലറ്റൊക്കെ മേടിച്ചിട്ട് കൊണ്ടല്ലോ, എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവാണെന്ന്. അപ്പോൾ എന്നിട്ട് വല്ലതും കിട്ടാറുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 1-2 ഒക്കെ കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ അടിപൊളി സ്പോട്ട്. പോരാത്തതിന് നമ്മൾക്കൊരു മീനും കൂടി കിട്ടി ഗൈസ്. പിന്നെന്ത് വേണമല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടൊക്കെ ഇല്ലേ നമ്മൾക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു ചെന്നിട്ടുള്ള അറിവ് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനും അവിടെ ഫിഷിങ്ങിനൊക്കെ പോകുന്നത്. എന്തായാലും ഇത്രയും കാലം നമ്മൾ അടിപൊളി സ്പോട്ടിലേക്ക് പോയി. ഇനി നമ്മൾക്ക് കുറേ സ്പോട്ടിലേക്ക് പോകാനുണ്ട്. എന്തായാലും ഇന്ന് അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ പിടിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യേണ്ടതാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ബൈ.